രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വോട്ടുകൾ ഉള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് തീർത്തും ഇല്ലാതാകുന്ന കാഴ്ചയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. വോട്ടുകൾ എണ്ണി പകുതി മുക്കാലും കഴിഞ്ഞപ്പോഴും കോൺഗ്രസ് വട്ടപൂജ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണയിൽ നിന്നും 2% വോട്ടുകൾ ഉയർത്തിയെങ്കിലും വട്ടപൂജ്യത്തിൽ നിന്നും കരകയറാനായിട്ടില്ല എന്നതാണ് സത്യം. വോട്ടെണ്ണി മണിക്കൂറുകൾ കടന്നപ്പോഴും കോൺഗ്രസ് മറ്റൊരു തെരഞ്ഞെടുപ്പ് ദുരന്തത്തിലേക്ക് നീങ്ങുന്നതായി ഉറപ്പിക്കാം. ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി ഇതിൽ കൂടുതൽ ഇന്ത്യ സഖ്യത്തിൽ ഒറ്റപ്പെടാൻ കോൺഗ്രസിന് ഇനി എന്ത് വേണം? സഖ്യത്തിൽ തല ഉയർത്തി നിന്ന ഒരു പാർട്ടി അടപടലം മൂലയിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. രാജ്യം തിരിച്ചുപിടിക്കുമെന്ന അമിത ആത്മവിശ്വാസത്തിൽ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ അതിലും ദയനീയതയിലേക്കാണ് കടന്നു പോകുന്നത്. ദേശീയ തലത്തിൽ ഒന്നിച്ചെന്നപ്പോഴും സംസ്ഥാന തലത്തിൽ നിന്നപ്പോഴും BJP ഒന്ന് തൊടാൻ പോലും അവർക്കായില്ല എന്നതാണ് സത്യം. ഡൽഹിയിൽ സഖ്യത്തിൽ മത്സരിക്കാനില്ല എന്ന തീരുമാനമാണ് ആം ആദ്മിക്കും കോൺഗ്രസിനും തിരിച്ചടി ഉണ്ടാക്കിയത്. അവരുടെ വോട്ടുകൾ സ്പ്ലിറ്റായി പോയി എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. വിജയം AAPക്ക് തന്നെയെന്ന് കരുതി തൃണമൂലും SPയും ഉദ്ധവും അവർക്ക് പിന്തുണ കൊടുത്തപ്പോഴും കോൺഗ്രസ് ഒറ്റപ്പെട്ടു. ആ ഒറ്റപ്പെടലിന്റെ ആഴം കൂടാനുള്ള വഴിയാണ് ഈ തോൽവി ഒരുക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പണിയെടുത്തതിന്റെ പകുതി എഫർട്ട് പോലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിൽ നടത്തിയില്ല എന്നതാണ് സത്യം. പദയാത്രകളോ പൊതുയോഗങ്ങളോ താരതമ്യേന വളരെ കുറവായിരുന്നു. അതിനർത്ഥം ഈ തോൽവി അവർ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് തന്നെയാണ്. ഇനി എന്തിന് ഈ ഇന്ത്യ സഖ്യം എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സഖ്യ രൂപീകരണത്തിന് ശേഷം കൈവിട്ട സംസ്ഥാനങ്ങളുടെ എന്നതിന്റെ തോത് ഉയരുന്നു. ഈ സഖ്യം പിരിച്ചുവിടണമെന്ന് ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് വെറുതെ ആയില്ല എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സഖ്യമായാലും ശരി, ഒറ്റക്കായാലും ശരി, BJP തറപറ്റിക്കാൻ ആവുന്നില്ല എന്നതാണ് സത്യം. അത് അട്ടിമറിക്കോ കള്ളത്തരമോ എന്തൊക്കെയാണെന്ന് ഇനി അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കൊട്ടി ആഘോഷിച്ച് പുറത്തുവിട്ട മഹാരാഷ്ട്രയുടെ യഥാർത്ഥ ചിത്രം പുറത്തുവരാൻ ബാക്കി നിൽക്കവെയാണ് അടുത്ത BJPയുടെ മുന്നേറ്റമെന്നും കൂടി ഓർക്കണം.